ഇംഗ്ലീഷ് ഓർ സ്പാനിഷ്? നോ, ഞാൻ യൂറോന്റെ ഫൈനൽ പ്രെഡിക്റ്റ് ചെയ്യല്ല. ഐ ഷോ സ്പീഡ് സ്ലാട്ടനെ കണ്ടപ്പോൾ ചോദിക്കാണ്. Just English or Spanish? English, dai. First one to move is gay. ചോദിച്ചത് പോട്ടെ, സ്ലാട്ടൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് രണ്ടാളും 3-4 മിനിറ്റ് അനങ്ങിയത് പോലുമില്ല. രണ്ടാൾക്കും വിട്ടുകൊടുക്കാൻ ഒരു താല്പര്യമില്ലേനു. എന്തൊക്കെയാണെങ്കിലും ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ, ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഐ ഷോ സ്പീഡിന്റെ ലെവൽ അത് മറ്റാരെക്കാളും ഒരു 10 ലെവൽ എബോ ആണ്. എക്സ്പെഷ്യലി ആള് ഫുട്ബോൾ ആൻഡ് മറ്റുള്ള സ്പോർട്സിനെ കൂടെ ആളുടെ സ്ട്രീംസിലും കണ്ടന്റിലും ഇൻക്ലൂഡ് ചെയ്യിച്ചപ്പോൾ നെക്സ്റ്റ് ലെവൽ മാൻ, നെക്സ്റ്റ് ലെവൽ. സ്പീഡ് CR7 കുറച്ചധികം കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഡ്രിബ്ലിങ് കണ്ടോ, ഇപ്പത്തെ CR7 പോലെ തന്നെ. Are you serious right now, bro? Guys, it's a joke. Calm down, man. Oh my god, bro. It's a joke, man. Euro 2024 semi-final 1. Spain versus France. And deservingly, rightfully, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സ്പെയിൻ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫ്രാൻസ് ഈ ടൂർണമെന്റിലെ അവരുടെ ആദ്യത്തെ ഓപ്പൺ ഗോൾ കോലോമുവാനിലൂടെയൊക്കെ സ്കോറൊക്കെ ചെയ്തു. ബട്ട് അതിനൊന്നും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ലമീൻ യമാൽ, മാൻ, what is that goal, man? എന്താണ്ട് പ്രശ്നം? എനിക്ക് മനസ്സിലാവണില്ല. എന്താണ്ട് പ്രശ്നം? 16 വയസ്സിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച ആൾ കളിക്ക. വൈ? എന്തിനാ ഞങ്ങളങ്ങനെ പറയിപ്പിക്കണ്ടേ? എന്ത് സുഖമാണ് എനിക്ക് കിട്ടുന്നുണ്ട്? അതൊന്നും പറഞ്ഞുകൊണ്ടാ. ഗൈസ്, ലൈക്ക് സീരിയസ്ലി, ഓൾ ജോക്സ് അസൈഡ്, നമ്മൾ ഈ ഒരു ടൂർണമെന്റ് യൂറോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് എന്താ? എംബാപ്പെ, ബെല്ലിംഗം, കെയ്ൻ, ചില ഡെലൂഷണൽ ഫാൻ CR7, അങ്ങനെ അവരൊക്കെ ആവും ബെസ്റ്റ് പ്ലേയേഴ്സ് എന്നോ ടോപ്പ് സ്കോറേഴ്സ് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ടൂർണമെന്റിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക ഒരു 16 വയസ്സുകാരനെയാണ്. ഈവൻ ബാർസലോണ അത്രക്കും ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ലമീൻ യമാലിന്റെ കാര്യത്തിൽ ആളുടെ ക്വാളിറ്റി, ടാലന്റ് അതിനെ പറ്റിയിട്ടൊരു ഡിസഗ്രീമെന്റിൽ എത്തുമെന്ന് തോന്നുന്നില്ല. ഹി ഈസ് ക്രേസി. ആൻഡ് ഞാനിതാളെ ജിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയല്ലോ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്. എംബാപ്പയെ സംബന്ധിച്ച് വളരെ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു സീസൺ ക്ലബിനൊപ്പം ആണെങ്കിലും രാജ്യത്തിനോടൊപ്പം ആണെങ്കിലും. ബട്ട് അത് നല്ലൊരു കാര്യമായി. ഓക്കെ, ആള് റയൽ മാഡ്രിഡിനൊപ്പം ഒരു പുതിയ ഗലാക്റ്റിക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓൾറെഡി മൊത്തത്തിൽ സക്സസ്ഫുൾ ആയി അവിടെ എത്തുമ്പോൾ അതിനൊരു രസമല്ല. ഓക്കെ, ഒരു കഥ എഴുതാൻ, ഒരു ലെഗസി സൃഷ്ടിക്കാൻ അത് രസമല്ല. ഇനി ആള് ഒന്നേന്ന് തുടങ്ങട്ടെ. റയലിൽ എങ്ങാനും ഫ്രാൻസ് തട്ടിമുട്ടി യൂറോ ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ബാലൻഡിയോർ ഒക്കെ കിട്ടീനോ. ഇനിയിപ്പോൾ അതൊന്നുമില്ല. ആള് റയലില് മര്യാദക്ക് കളിച്ച് വേണം ആളുടെ ഫസ്റ്റ് ബാലൻഡിയോർ ആണെങ്കിലും എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും നേടാൻ. ഒരു തരത്തിൽ അത് നല്ലതാ. അടുത്ത സെമി ഫൈനൽ ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ്സ്. എനിക്ക് ഇംഗ്ലണ്ട് ജയിക്കണം എന്ന് താല്പര്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഇംഗ്ലീഷ് ഓർ സ്പാനിഷ് മൊമെന്റിന് വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും കുറച്ചു നേരം അനങ്ങാതെ നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇംഗ്ലണ്ട് ജയിച്ചോട്ടെ. ആൻഡ് ഫൈനലിൽ സ്പെയിന് ജയിക്കണം. ഐ ലൈക്ക് ദാറ്റ് ഇംഗ്ലീഷ് ടിയേഴ്സ്, മാൻ. അവരുടെ ഫ്രോജുലൻ ഫാൻസ് ആയാലും ടോക്സിക് മീഡിയ ആയാലും എല്ലാവരും കരയുന്നത് എനിക്കൊന്ന് സന്തോഷത്തോടെ ആസ്വദിക്കണം. അതിനൊരു ഫൈനലിൽ തന്നെ തോൽക്കണം. പെനാൾട്ടിയിലാണെങ്കിൽ അത്രയും നല്ലത്. കോപ്പ അമേരിക്കയിലെ ഫസ്റ്റ് സെമി ഫൈനൽ അർജന്റീന വേഴ്സസ് കാനഡ. And Argentina won. In other news, water is wet. അർജന്റീന 2-0 ജയിച്ചത്. ആൻഡ് ലയണൽ മെസ്സി ഈ ഒരു കോപ്പ അമേരിക്കയിലെ ആളുടെ ഫസ്റ്റ് ഗോളും നേടിയിട്ടുണ്ട്. നൈസ്. ഞാൻ ആ ഒരു മാച്ച് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് കോപ്പ അമേരിക്കയുടെ ഫൈനലിന് അർജന്റീന ഹെയ്റ്റ് വാച്ച് ലോങ് ഒക്കെ ഉണ്ടാവും. കാണാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എനിക്കറിയാം, ഞാൻ വിചാരിച്ചാലൊന്നും അർജന്റീനയെ ജിങ്സ് ചെയ്യാൻ കഴിയൂല എന്ന്. ഒരു തവണ ഞാൻ ശ്രമിച്ച് ഫെയിൽ ആയതാ. ബട്ട് ഒരിക്കൽ കൂടെ നമ്മൾ ട്രൈ ചെയ്യും. വി ഗോ അഗൈൻ. Never back down, never what? Never give up. 2 ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കൂടെ ഉണ്ട്. ഫസ്റ്റ് വൺ, CR7ന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ആളുടെ പോർച്ചുഗീസ് നാഷണൽ ടീമിനോടൊപ്പമുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്. കുറേ പേര് എന്താ അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിലും CR7 ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള സോഴ്സസ് പറയുന്നത് ആൾ പോർച്ചുഗീസ് നാഷണൽ ടീമിനോടൊപ്പം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ. കറന്റ്ലി ഈ ഒരു യൂറോയിലെ ആളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള വിലയിരുത്തൽ നടത്തുകയാണ് ആള്. അതിനുശേഷമൊക്കെ ആയിട്ടായിരിക്കും ആളുടെ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരിക. മറ്റൊരു ക്രേസി ന്യൂസ്, അൽ നാസറിന്റെ ഗോൾ കീപ്പറിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട്.
ഇനി അതുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ ആള് അൽ നാസറിൽ ജോയിൻ ചെയ്യാനിരിക്കുകയാണത്രേ. റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരും. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.